ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മാതേരനിലാണ്. മാതേരൻ നമ്മൾ എത്തിയിട്ട് കുറച്ച് സൈറ്റ് സീനിങ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനുള്ള ഒരു ടോയ് ട്രെയിൻ യാത്രയിലേക്കാണ്. അപ്പോൾ ടോയ് ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ടോയ് ട്രെയിൻ സാധാരണ മാതേരൻ സ്റ്റേഷനിൽ നിന്നിട്ട് നേരൽ സ്റ്റേഷൻ വരെ ഉണ്ട്. അത് ഏകദേശം 2-2.5 മണിക്കൂറുള്ള യാത്രയാണ്. ഇപ്പോൾ മഴയായത് കാരണം അമാൻ ലോഡ്ജ് എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് വരെ മാത്രമേ ഈ ട്രെയിൻ പോകുന്നുള്ളൂ. അവിടെ നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അവിടുന്ന് ബൈ ടാക്സി നമുക്ക് താഴത്തോട്ട് പോകാം. 100 രൂപയാണ് ഈടാക്കുന്നത്. അപ്പോൾ ഈ മാതേരൻ എന്ന് പറഞ്ഞ സ്ഥലം ഇത്രത്തോളം ഫേമസ് ആകാൻ, ഇത്രത്തോളം ടൂറിസ്റ്റുകൾ വരാനായിട്ടുള്ള മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് ഇപ്പോഴാണ് ശരിക്കും ഈ റിക്ഷ കൂടി ഒരു റീസെൻ്റ്ലി ഒരു 2-3 ഇയേഴ്സ് ബാക്ക് മാത്രമാണ് ഇങ്ങോട്ട് തുടങ്ങിയത്. അതിനു മുമ്പ് കുതിരപ്പുറത്തോ കാൽനടയായിട്ടോ മാത്രം, അതായത് പൊല്യൂഷൻ ഫ്രീ നേച്ചർ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമായതുകൊണ്ടാണ് ഈ മാതിരി ഇത്രയും റഷ് ഈ മൺസൂൺ സമയത്ത് വരുന്നത്. മൺസൂൺ സമയത്ത് പ്രത്യേക ഒരു ഭംഗി. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൺസൂൺ വരുന്നത്. ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ആ വന്നപ്പോൾ ഉള്ള മാതേരനും ഇപ്പോഴുള്ള മാതേരനും അൺബിലീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഡെവലപ്പായി. ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഇവിടെയുള്ള ആൾക്കാർക്ക് ഹോം സ്റ്റേയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ജോലി കിട്ടി. ഞാൻ വന്നപ്പോൾ ശരിക്കും 1-2 റെസ്റ്റോറൻറ്റ്സ് എന്ന് പോലും പറയാൻ പറ്റില്ല. ഹോട്ടൽ, ചെറിയ വടാപ്പാവോ കാര്യങ്ങൾ കിട്ടുന്ന കടകളും ഒരു ചെറിയൊരു ലിക്കർ ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഇപ്പോൾ ഭയങ്കര ഡെവലപ്പായി. കുട്ടികൾ കളിക്കാനുള്ള കാര്യങ്ങൾ, ഒരുപാട് ഹോം സ്റ്റേസും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് കാണാം റഷ് എന്തോരാണെന്നോ, അത്രയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം ആയി ഓൾറെഡി മാതേരൻ. അപ്പോൾ ടൂറിസ്റ്റ് കൊണ്ട് മാത്രം ഒരു സ്ഥലം എങ്ങനെ ഡെവലപ്പായി എന്നുള്ളതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഈ മഹാരാഷ്ട്രയിലുള്ള മാതേരൻ എന്ന് പറഞ്ഞ സ്ഥലം. പക്ഷേ ഇവിടെ എനിക്ക് വന്നിട്ട് ഏറ്റവും കൂടുതൽ മനസ്സിൽ തോന്നിയൊരു കാര്യം, അല്ലെങ്കിൽ ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ആൾക്കാർ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ വലിച്ചെറിയുകയാണ്. അത് നമ്മൾ വരുന്ന ആൾക്കാരായാലും അവിടുത്തെ ആൾക്കാരായാലും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അത് കറക്റ്റായിട്ട് ഡിസ്പോസബിൾ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാനുള്ള വേസ്റ്റ് ഡിസ്പോസബിൾ ബിൻസ് കുറച്ചുകൂടിയൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര മലിനമായിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം. എല്ലായിടത്തും വ്യൂ പോയിൻറ്റ്സിലായാലും എല്ലായിടത്തും ആൾക്കാർ മാഗി കഴിച്ച പാക്കറ്റ്സ് ആയാലും ശരി, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഇവിടുന്ന് മേടിച്ച സ്നാക്സ് ആയാലും ശരി, പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതാണ് കൂടുതലായിട്ട്, അതെല്ലാം വലിച്ചെറിയുവാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ച് പോകാനുള്ള മാതേരനിലേക്കുള്ള ഈ നേരൽ സ്റ്റേഷൻ വരെയുള്ള യാത്ര ഏകദേശം 2.5 മണിക്കൂർ യാത്രയാണ്. അത് ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ആ യാത്ര ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് യാത്ര. പക്ഷേ ഈ ട്രെയിൻ യാത്രയും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ അമാൻ ലോഡ്ജ് ഇറങ്ങിയിട്ട് വാക്കിംഗ് ഡിസ്റ്റൻസിന് ഏകദേശം 20 മിനിറ്റിൽ നമുക്ക് മാതേരൻ സ്റ്റേഷനിലെത്താം. മാതേരനല്ല, നേരൽ സ്റ്റേഷനിലെത്താം. പക്ഷേ ഈ ടോയ് ട്രെയിൻ വഴി പോകുമ്പോഴേക്കും ഏകദേശം 2-2.5 മണിക്കൂർ എടുക്കും അവിടം വരെ എത്താനായിട്ട്. അത് എപ്പോഴെങ്കിലും എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ടോയ് ട്രെയിനിൽ പതുക്കെ നേച്ചർ ബ്യൂട്ടിയെ കണ്ട് പോകുമ്പോഴേക്കും അത് രസകരമായ യാത്ര തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ആൾക്കാരെ തിരക്ക് നിങ്ങൾ കാണണം. അത് ഇന്നൊരു ഹോളിഡേയും സൺഡേയും കൂടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷാണ് കേട്ടോ. ഇതൊന്നും അല്ല റഷ്, താഴത്തെത്തുമ്പോൾ ഇതിൽ കൂടുതൽ റഷായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ആൾക്കാർ, നമുക്ക് എല്ലാവർക്കും ഈ ട്രെയിനിൽ പോകുന്ന ആൾക്കാർക്ക്, ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ഒരു വേവ് ഹാൻഡ് തന്നാൽ നമ്മളെ വിടുന്നത്. കാരണം സെൻഡ് ഓഫ് സെറിമണി പോലെ നമ്മളെ ഭയങ്കര രസമുള്ള കാഴ്ചയാണ് കേട്ടോ. അത് കൂടാണ്ട് മാതേരനിൽ വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കാതെ നിങ്ങൾ കാണേണ്ട കുറച്ച് സ്ഥലങ്ങൾ ഉറപ്പായിട്ടും ഈ ലൂസിയ പോയിൻ്റ്, അത് ഉറപ്പായിട്ടും ഞാൻ വീണ്ടും പറയുകയാണ്, ലൂസിയ പോയിൻ്റ് ഉറപ്പായിട്ടും നിങ്ങൾ കാണുക. പിന്നെ ലോക്കൽ ഫുഡ്സ്, ഇവിടുത്തെ മറാഠികളുടെ ഫുഡ്സ്, അത് ഉറപ്പായിട്ടും നിങ്ങൾ കഴിക്കുക. അപ്പോൾ ഈ മഴ സമയത്തൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മടിയൊന്നും കൂടാണ്ട് റൂമിൽ കിടന്ന് ഉറങ്ങാണ്ട് രാവിലെ തന്നെ ഇറങ്ങി സ്ഥലങ്ങൾ കാണുക. കാരണം രാവിലെ ഇറങ്ങുമ്പോഴേക്കും അത് റഷ് ഉണ്ടാകത്തില്ല. ഞങ്ങൾ 6 മണി 6:30 ലൂസിയ പോയിൻറ്റിൽ പോയിട്ട് ഏകദേശം 10 മണി വരെ ചിലവഴിച്ചു. കാരണം അത്ര ഭംഗിയായിരുന്നു ലൂസിയ പോയിൻ്റ് ആ സമയത്ത് കാണാൻ. മഴയൊക്കെ പെയ്ത് കോടയൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര രസമായിരുന്നു ലൂസിയ പോയിൻ്റ് അത് കാണാൻ. ലൂസിയ പോയിൻ്റ് എന്താണ് അതിൻ്റെ ഒരു ചെറിയ സ്റ്റോറി ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ പറയുന്നതെന്ന് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലവിലൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് മൂന്നാറൊക്കെ പോലെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ പൊല്യൂഷൻ ഫ്രീ, അതാണ് മെയിനായിട്ട് പറയുന്നത്. പക്ഷേ പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൊല്യൂഷൻ ഓൾറെഡി ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ താനേന്ന് നേരൽ വരിക, നേരൽ നിന്ന് നമുക്ക് ടോയ് ട്രെയിനോ, അല്ലെങ്കിൽ ഇപ്പോൾ ടോയ് ട്രെയിനില്ല ശരിക്കും പറഞ്ഞാൽ, അവിടുന്ന് ടാക്സി സർവീസ് ഉണ്ട്. അതിൽ വഴി നമുക്ക് ഇവിടുത്തെ നമ്മുടെ മാതേരൻ എൻട്രി പോയിൻറ്റിലെത്താം. എൻട്രി പോയിൻറ്റിൽ നിന്ന് ബൈ ടോയ് ട്രെയിൻ, അല്ലെങ്കിൽ വാക്കിംഗ്, അല്ലെങ്കിൽ കുതിരപ്പുറത്തോ, അല്ലെങ്കിൽ ഇ റിക്ഷ, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമുക്ക് വന്ന് നേരൽ മാതേരൻ ഫുള്ള് ചുറ്റിക്കറങ്ങാവുന്നതാണ്. പക്ഷേ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ് കമ്പയറിങ് ടു നമ്മൾ ഒരു മുംബൈ സിറ്റിയോ അല്ലെങ്കിൽ മുംബൈ ലോക്കൽ ഫുഡൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കോസ്റ്റ്ലിയാണ്.
അപ്പോൾ വരാനുള്ള ആൾക്കാരുടെ തിരക്ക് നിങ്ങൾ കാണണം കേട്ടോ. ഇത്രത്തോളം തിരക്ക് ഇപ്പോൾ നടന്നു വരുന്ന ആൾക്കാരെ മാത്രമാണ്. അപ്പോൾ താഴത്ത് ഞാൻ അറിഞ്ഞത് പാർക്കിംഗ് സ്ലോട്ട് കിട്ടാണ്ട് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് കണ്ട. കുതിരപ്പുറത്തൊക്കെ ഭയങ്കര ഇപ്പം ഞാൻ ഈ 2013 വരുമ്പോഴേക്ക് ഈ വഴിയൊക്കെ ഭയങ്കര ചെറിയ വഴിയായിരുന്നു. അത് കൂടാണ്ട് ഇങ്ങനെ ടൈൽസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻ്റർലോക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ നടന്നു വരിക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വഴികരികിലൊക്കെ ഒരുപാട് കച്ചവടക്കാരായി, എന്താ പറയുന്നത്, ഒരുപാട് ഹോട്ടൽസായി, പിന്നെ ബാത്റൂം ഫെസിലിറ്റീസായി. അപ്പോൾ ആ പോണതാണ് ഇ റിക്ഷ. അപ്പോൾ അതും നമ്മൾ ഒരുപാട് നേരം ക്യൂ നിന്നാൽ മാത്രമേ ഇ റിക്ഷയെ കിട്ടാൻ വഴിയുള്ളൂ. അത് കൂടാണ്ട് വലിയ ലഗേജ് ഇ റിക്ഷയിൽ കയറ്റാൻ പറ്റത്തില്ല. അത് ഒരുപാട് ലഗേജായിട്ട് വന്ന ആൾക്കാർക്ക് അത് അവർ പെട്ടുപോവുക തന്നെ ചെയ്യും. കാരണം അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ടോളി എന്ന് നമ്മൾ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ എന്താ പറയുക, ഈ ലഗേജ് മാത്രം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർ, അവർക്ക് ചില ആൾക്കാരായിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യേണ്ടി വരും. കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ റൂമോ എവിടെ ഹോം സ്റ്റേ എന്ന് വെച്ചാൽ അവിടെ കൊണ്ട് എത്തിക്കും കേട്ടോ. അങ്ങനെയും ആൾക്കാരുണ്ട്. അങ്ങനെയും ജോലി ചെയ്ത് ഒരുപാട് പേരുണ്ട്. അവിടെ മലയാളികളായാലും ഇവിടത്തുള്ള ലോക്കൽ പബ്ലിക്സ് ആയാലും അങ്ങനെ ഒരുപാട് പേര് ഈ വീക്കെൻഡ് ആസ്വദിക്കാൻ വേണ്ടി ഇവർ വരുന്നുണ്ട്. പക്ഷേ ഈ മഴ സമയത്ത് വരുമ്പോൾ അത് പ്രത്യേക ഒരു ഭംഗിയാണ്. അത് കൂടാണ്ട് നമ്മൾ ഒരു ഹോം സ്റ്റേ മഴ സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഹോം സ്റ്റേ ഉറപ്പായിട്ടും ബുക്ക് ചെയ്തിട്ട് വരിക. ഇവിടെ വന്ന് ശരിക്കും നമ്മൾ വന്നപ്പോൾ നമ്മൾ കിട്ടിയ ഹോം സ്റ്റേയിലും കുറച്ച് കുറവായിട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. ബാർഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ ലോക്കലായിട്ടുള്ള ഏജൻറ്റുമാരെ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മൾ ക്യാൻവാസ് ചെയ്ത് കുറച്ചുകൂടി കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഒരു റിസ്ക് എടുക്കണ്ട എന്ന രീതിയിൽ നമ്മൾ ഓൾറെഡി ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടായിരുന്നു വന്നത്. കാരണം തിരക്ക് ഭയങ്കര തിരക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം കാണാൻ വേണ്ടി ഈ നിൽക്കുന്ന ക്യൂ ഫുള്ള് ഇ റിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ആ കാണുന്നത്. ഭയങ്കര എന്താ പറയുക, ക്യൂ ആണ്, നീണ്ടൊരു ക്യൂ തന്നെയാണ് ഇ റിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്നതുകൊണ്ടാണ് ഈ കാണുന്ന നെറ്റ് വിരിച്ചേക്കുന്ന സ്ഥലം ഇതിൻ്റെ എൻഡാണ്. അതായത് ഒരു 100 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എൻഡിലാണ് മാതിരൻ്റെ സ്റ്റാർട്ടിങ്. അതായത് നമ്മൾ ടിക്കറ്റ് എടുത്ത് മാതിരയിലേക്ക് എൻട്രി എടുക്കുന്ന സ്ഥലം. ആ ഫീസ് പണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് 20 രൂപയായിരുന്നു ഞാനൊക്കെ വരുമ്പോൾ. ഇപ്പോൾ 50 രൂപയ്ക്ക് ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട് ഉറപ്പായിട്ടും. അപ്പോൾ ഈ റഷ് കാര്യങ്ങൾ അല്ലെങ്കിലുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ള ഈ പൊല്യൂഷനും കാര്യങ്ങളും എല്ലാം ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതിരൻ ഈസ് റിയലി ബ്യൂട്ടിഫുൾ. ഒരിക്കലെങ്കിലും നമ്മളൊന്ന് കാണുക. കാരണം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും എന്താ പറയുന്ന പൊല്യൂഷൻ ഫ്രീ ആയിട്ട്, അതായത് ഒരു കാറോ ബസ്സോ അല്ലെങ്കിൽ കാൽനടയായിട്ട് കുതിരപ്പുറത്തൊക്കെയോ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഇ റിക്ഷ ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കാണുന്ന സ്ഥലം അത് ഭയങ്കര റെയറാണെന്ന് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നു. സോ മാതിരനിൽ എപ്പോഴെങ്കിലും വന്ന് കാണുക. അപ്പോൾ ഇനി മാതിരനിലെ ട്രാഫിക് ജാം കൂടി ഇന്ന് ഇങ്ങോട്ട് വരാനുള്ള ആൾക്കാർ ഒരു ട്രാഫിക് ജാം കൂടി ഞാൻ കാണിച്ചു തരാം. കാരണം അത്രത്തോളം തിരക്ക്, ഞാൻ ആദ്യം തൊട്ട് വീഡിയോ തൊട്ട് പറയുന്നത് അത്രത്തോളം തിരക്കാണ് മാതിരനിലേക്ക് ഈ വീക്കെൻഡിൽ വരാനായിട്ട്. ആൾക്കാർ അവിടുന്ന് താഴത്തുനിന്ന് നേരൽ സ്റ്റേഷനിൽ നിന്ന് ടാക്സിക്ക് വന്നിട്ട് ടാക്സി ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്തത് കൊണ്ട്, ഈ ജാം ആയതുകൊണ്ട് അവിടെ തന്നെ ഇറങ്ങിയിട്ട് അവിടെ നടന്നു വരുന്ന കാഴ്ച, മഴയും കൊണ്ട് നടന്നു വരുന്ന കാഴ്ച. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുന്നത് കൊണ്ടാണ് ഈ കാഴ്ചകളൊക്കെ പകർത്താൻ പറ്റിയത്. സോ എപ്പോഴെങ്കിലും മാതിരം പോകാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോവുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ നെഗറ്റീവ്സ് എല്ലാ സ്ഥലത്തും ഉണ്ടാകും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ഉറപ്പായിട്ടും വളരെ എക്സൈറ്റുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ അതുവരെ കാണുന്നവർ ബൈ. എൻ്റെ ശ്യാമണ്ണ